അജാതപുത്ര അജാതപുത്ര നാമകരണ ന്യായം. അജാതപുത്രൻ വെച്ചാൽ ജനിച്ചിട്ടില്ലാത്ത പുത്രൻ. പുത്രൻ എന്നുള്ളതിന് സന്തതി, കുട്ടി എന്നൊക്കെ അർത്ഥമെടുക്കാം. മകൻ ജനിച്ചിട്ടില്ല, ജനിക്കാത്ത മകന് പേരിടാൻ ഉത്സാഹിക്കുക, അതിനുവേണ്ടി പുറപ്പെടുക എന്ന് പറയുന്നത് ഉള്ള വിഡ്ഢിത്തം പോലെയാണ്. ഭാര്യ ഗർഭിണിയാണെന്ന് തോന്നി അവിടെ തന്നെ കുട്ടിക്ക് പേരിടാൻ വേണ്ടി ഉത്സാഹിക്കുക. കുട്ടി ആണാണോ പെണ്ണാവോ, കുട്ടി ജനിച്ചാൽ തന്നെ കുറച്ച് ദിവസം നിലനിൽക്കുമോ, പ്രസവം നന്നായി നടക്കുമോ എന്നൊക്കെ അറിയില്ലല്ലോ. അപ്പോൾ അതിനു മുമ്പ് തന്നെ അതിനു വേണ്ടി ഭ്രമിക്കുക. അങ്ങനെ ഉള്ളതിനാണ് അജാതപുത്ര നാമകരണ ന്യായം എന്ന് പറയുന്നത്. അതുപോലെ സംഗതി സംഭവിക്കാതിരിക്കുന്നതാണ്. സംഭവിച്ചു എന്ന് വരാം, സംഭവിച്ചില്ലാന്ന് വരാം. അതിനു മുമ്പ് തന്നെ പ്രത്യേകിച്ച് യുക്തിയൊന്നുമില്ലാതെ അക്കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുക. അതിങ്ങനെ വേണം, മറ്റു വേണം എന്നൊക്കെ ശഠിക്കുക, അതിനു വേണ്ടിയിട്ട് അത്യുത്സാഹം കാണിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ന്യായം പ്രയോഗിക്കുന്നത്. അജാതപുത്ര നാമകരണ ന്യായം. ജനിച്ചു കഴിഞ്ഞിട്ടില്ലാത്ത പുത്രന് പേര് വിളിക്കുന്നത് പോലെ അർത്ഥം. ജനിച്ചു കഴിഞ്ഞിട്ടേ പേര് വിളിക്കേണ്ട കാര്യമുള്ളൂ, അതങ്ങനെ അർത്ഥമുള്ളൂ. അപ്പോൾ അർത്ഥശൂന്യമായ വിധത്തിൽ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പരിഭ്രമിക്കുക, അതിനുവേണ്ടി യത്നിക്കുക എന്നൊക്കെ പറയുന്ന സന്ദർഭങ്ങളിലാണ് ഈ ന്യായം ഉപയോഗിക്കുന്നത്.